ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിനെയും നയനയുമാണ് കാണിക്കുന്ന. ചന്തുമോൾ 3 പേരും കൂടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചന്തുമോൾക്കാണെങ്കിൽ ഓരോരോ ഡ്രസ്സൊക്കെ വെച്ച് നോക്കിയിട്ട് നയന സൂപ്പറായിട്ടുണ്ട്, ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ സമയം തന്നെയാണെങ്കിൽ അനാമികയും പിന്നെ അനാമികയുടെ കാമുകനും കൂടെ അവിടെ വന്നിങ്ങനെ നിൽക്കുക. ആ ദേ എടാ, ഇപ്രാവശ്യം ഞാനാ നിനക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നേ. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എനിക്ക് വില കൂടിയ ഡ്രസ്സൊക്കെ എടുത്ത് തന്നോളാം, കേട്ടല്ലോ. ഇപ്രാവശ്യം ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീയല്ലേ അനാമിക വേണ്ടാന്ന് പറഞ്ഞത്. അത് പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തു തരാമെന്ന് തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ നീ എടുത്തു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് ആദർശ അത് ശ്രദ്ധിക്കുകയാണ്, അവർ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ ആദർശ അത് കണ്ടത് ഞെട്ടിപ്പോയി. ആദർശ് പെട്ടെന്ന് തന്നെ നയനെ തോണ്ടി വിളിക്കുക. അപ്പം നയന നോക്കി, എന്താ ആദർശേട്ടാ, എന്തു പറ്റി? ഇതേ നോക്കി നയനെ എന്നും പറഞ്ഞ് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക. അത് കേട്ടതും നയന അങ്ങോട്ട് നോക്കുക. നയന നോക്കിയതും നയനയും ഞെട്ടിപ്പോയി. രണ്ടുപേരും ഇങ്ങനെ അനാമികയും ആ ചെറുക്കനെയും തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനാമികയുടെ കൂടെ വന്ന പയ്യൻ ആദർശൻ നയനെ നോക്കി നിൽക്കുന്നത് കാണുക. എടി അനാമികയെ, ദേ നോക്കിയേ, അവർ രണ്ടുപേരും കണ്ടു, കുഴപ്പമാവോ എന്നും ചോദിക്കുക. എന്ത് കുഴപ്പം? നീ എന്തിനാ പേടിക്കുന്നേ? എടാ, നീ പേടിക്കൊന്നും വേണ്ട. നീയേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനാ. അല്ല, എനിക്കൊരു ഭർത്താവുണ്ട്, എന്നിട്ടും അവൻ എന്നെ തിരിഞ്ഞു നോക്കാൻ നേരമില്ല. അവനെ ആ നിൽക്കുന്നവളുടെ അനിയത്തിയുടെ പിന്നാലെ നടക്കുന്നവനാ. അതുകൊണ്ട് എനിക്ക് നിൻ്റെ കൂടെ വരുന്നതിൽ ഒരു പ്രശ്നവും. ദേ നീ അവരെന്തേലും പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ള തക്കതായ മറുപടി എൻ്റെ കയ്യിലുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കടാ. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതുകൊണ്ട് നമ്മുടെ ആദർശൻ നയനെ മുന്നിലോട്ട് വരിക. അപ്പോൾ അവർ രണ്ടുപേരും ഒരു പേടിയും കൂടാതെ നടന്നു വന്നുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ ആദർശ് ചോദിക്കുക, നിനക്ക് കുറച്ചും കൂടെ മാനേഴ്സ് ഇല്ലേ? ഇതെൻ്റെ ഫ്രണ്ടാ, ഇവൻ്റെ കൂടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വരുന്നതിന് എന്താ കുഴപ്പം? എടി, ഓണക്കോടി എടുക്കാൻ വരുന്നതേ കുടുംബക്കാരുടെയും ഭർത്താവിനോടും ഒപ്പുക, അല്ലാതെ ഇതുപോലെ കണ്ണി കണ്ടവന്മാരോടൊപ്പം അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ കണ്ണി കണ്ടവന്മാരല്ല, എൻ്റെ ഫ്രണ്ടാണെന്ന്. എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഒരുത്തനുണ്ട്. അവന് വല്ല കണ്ടവളന്മാരുടെ കൂടെ ചുറ്റാങ്കിൽ എനിക്ക് ഇവൻ്റെ കൂടെ പോയി വന്ന് ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇവനുമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഫ്രണ്ടും തമ്മിലിരിക്കേണ്ട രീതികളല്ലല്ലോ എന്നും ആദർശ്. അല്ലെങ്കിൽ നന്നായിപ്പോയി. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടന്നേ പറ്റൂ. കാരണം എന്നെ സ്നേഹിക്കേണ്ടവൻ വേറൊരുത്തിയെ സ്നേഹിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അയ്യോ, അങ്ങനെ ചെയ്യല്ലേ, എന്നെ തന്നെ സ്നേഹിക്കണേ എന്നും പറഞ്ഞ് അവൻ്റെ കാലെ കടിച്ച് തൂങ്ങണോ? അതിനെ വേറെ ആളെ നോക്കണം. എനിക്കിതേ പറ്റൂ. ഇനി നിങ്ങളിത് ആരോട് പോയി പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എവിടെ നടാ നീ വരുന്നേ? നീ ആരാടാ എന്നും ആദർശ് അയാൾ ചെറുപ്പക്കാരനോട് ചൂടാവും. അത് കേട്ടതും, ദേ അവനോട് ചൂടാവണ്ട, അവനോട് ചൂടായ എൻ്റെ സ്വഭാവം മാറും. നിങ്ങൾ വലിയ മനുഷ്യനൊന്നും ആവണ്ട. നിങ്ങൾ ചെയ്ത തെറ്റൊന്നും ഞങ്ങൾക്ക് അറിയാതെ ഒന്നുമില്ലല്ലോ. അത് ഞാൻ ഇവിടെ നിന്നെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ മൂർത്തീസ് ജ്വല്ലറിയുടെ MD തല താഴ്ന്നു പോവും, മനസ്സിലായല്ലോ. അതുകൊണ്ട് മിണ്ടാതെ പോകുന്നതാ നല്ലത്. അനന്തപുരിയിൽ തന്ന് ഇത് ഇനി ആരോടെങ്കിലും പറയാന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പറഞ്ഞോ, എനിക്കത് പുല്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവരെന്നെ നോക്കാത്തിടത്തോളം കാലം ഞാൻ ഇങ്ങനെയേ നടക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അയാളെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ ആദർശ്, എൻ്റെ നയനെ, അവൾ പറഞ്ഞു കേട്ടോ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ തല താഴുമെന്ന്. സാരമില്ല ആദർശേട്ടാ, വിട്ടുകളാ. ആർക്കും സത്യങ്ങൾ അറിയില്ലല്ലോ. സത്യങ്ങൾ അറിയുന്നത് വരെയല്ലേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയൂ. സത്യങ്ങൾ അറിയാത്തവർ ഇങ്ങനെയേ പറയൂ. അതോർത്ത് ആദർശേട്ടൻ പേടിക്കാതെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആദർശനെ വിളിച്ച് തുണിയെടുത്തോണ്ടിരിക്കുക. ഈ സമയം, എടി നീ എന്തിനാ അവരോട് ഉടക്കിയത്? വെറുതെ കയറിച്ചെന്ന് ഉടക്കണ്ടായിരുന്നു. എൻ്റെ ആദർശ എടാ, ദേ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവനത്ര നല്ലവനൊന്നുമല്ല. നീ ഒരാണല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അവൻ ചെയ്ത തെറ്റെന്താന്ന് നിനക്കറിയാമോ? കല്യാണത്തിന് മുമ്പേ ഒരു രഹസ്യബന്ധം ഉണ്ടായിരുന്നു. ദേ അവരുടെ കൂടെ നിൽക്കുന്ന ആ കൊച്ചിനെ കണ്ടോ? ആ കൊച്ചിൻ്റെ തന്ത അയാൾ തന്നെയാണ്. പക്ഷേ തള്ള അവിടെ അടുത്ത് നിൽക്കുന്നവളല്ല, വേറൊരുത്തിയാ. അതൊക്കെ നാട്ടുകാരറിഞ്ഞാലേ അയാളുടെ മുഖത്ത് ചെളിവാരി അറിയും. അതറിയാതെയാ അയാൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നടക്കുന്നത്. എന്നെ നന്നാക്കാൻ വന്ന അയാളുടെ ചരിത്രം ഞാനിവിടെ വിളമ്പും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക നിൽക്കുക. എന്നാലും നീ അവരോട് ഉടക്കണ്ടായിരുന്നു അനാമികയെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർ വലിയ VIP-കളാ. ഇനി എന്തെങ്കിലും കള്ളക്കേസിൽ എന്നെ കുടിക്കാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല, മനസ്സിലായല്ലോ. നീ പേടിക്കാതെ നിന്നാൽ മതി. നീ ധൈര്യമായിട്ട് നിന്നാ ഞാനും ധൈര്യമായിട്ട് നിൽക്കും.
അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ ഉപദേശിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം അനന്തപുരിയിലുള്ളവരോട് പോയി പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് എൻ്റെ അമ്മായിയമ്മ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഒരു കൂസലും ഇല്ലാതെ ഡ്രസ്സ് എടുക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനഘയുടെ അടുത്താണ്. അനഘയുടെ വീട്ടിൽ അവരിങ്ങനെ ചേച്ചി, ആ വേലക്കാരി ചേച്ചി സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതേ മോളെ, എന്നെ വീട്ടുകാരൊക്കെ വിളിച്ചതാ തിരുവോണത്തിന് ചെല്ലെന്നും പറഞ്ഞ്. ഞാൻ പോയില്ല മോളെ ഇങ്ങനെ ഒറ്റക്കിട്ടോണ്ട് എങ്ങനെയാ പോകുന്നേ, അതുകൊണ്ട് ചേച്ചിക്ക് പോകാൻ തോന്നിയില്ല. ചേച്ചി വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടോണ്ട് നയനയും ആദർശം വരിക. ആഹാ, ഇതാരാ വരുന്നേ? അമ്മയുടെ പൊന്നാര മോളാണോ? വാ വാ എന്നും പറഞ്ഞ് ചന്തുമോളെ വിളിക്കുക. ആഹാ, ഓണക്കോടി എടുക്കാൻ പോയതാണോ? എല്ലാവർക്കും ഓണക്കോടി എടുത്തു. ചേച്ചിക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോയിട്ട് വരായിരുന്നില്ലേ? വേണ്ട മോളെ, ഈ കൊച്ചിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിലേക്കും ഇത് കയറി കൂടിക്കഴിഞ്ഞു. പിന്നെ ഓണം ആഘോഷിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇവിടെ ആഘോഷിച്ചാൽ മതിയല്ലോ, ഇതിനും എന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ. അത് ശരിയാ. മോളെ, അമ്മയ്ക്ക് ഓണക്കോടി കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഓണക്കോടിയൊക്കെ മേടിച്ചു കൊടുക്കുക. ഡോക്ടർ വന്ന് കണ്ടായിരുന്നോ ചേച്ചി? ഡോക്ടർ വന്നായിരുന്നു, പക്ഷെ വലിയ മാറ്റത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല മോനെ. അപ്പം നയന പറയുക, അതെ പേടിക്കണ്ട കേട്ടോ മോളെ, ഞങ്ങൾ പൊന്നു പോലെയാണ് നോക്കുന്നേ, മോൾക്ക് അവിടെ ഒരു കുറവുമില്ല. അത് മോളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. അങ്ങനെയുള്ളപ്പോൾ അത് പ്രത്യേകം എടുത്തു പറയുമൊന്നും വേണ്ട. അപ്പോൾ അനഘ കരയുക. നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ കരയുന്നേ? അപ്പം ആ ചേച്ചി പറയാ, മോളെ അത് സന്തോഷ കണ്ണുനീരാ, ആ കണ്ണുനീര് കണ്ടറിഞ്ഞൂടെ? ചന്തുമോളെ, അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്ക്. അത് കേട്ടതും നമ്മുടെ ചന്തുമോള് ഓടിച്ചെന്ന് അമ്മയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുക. എന്നിട്ട് അമ്മയെ ഇങ്ങനെ തടവിയിട്ട് പോവുക. ശരി അമ്മേ, പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം അവർ മൂന്നുപേരും കൂടെ പോയി കഴിഞ്ഞതും പാവ ആ സാറും ആ മാഡവും നല്ല മനസ്സുള്ളതുകൊണ്ടാണ് ചന്തുമോളെ നന്നായിട്ട് നോക്കുന്നത്. വേറൊരു രാക്ഷസൻ ഇവിടെ വരുന്നുണ്ടല്ലോ, എങ്ങനെയാ മോളെ അവൻ്റെ വലയിൽ വീണത്? പാവം, അവനെങ്ങാനും ഇവരിവിടെ എങ്ങാനും എന്തെങ്കിലും ക്രൂരത കാണിച്ച പാവങ്ങളാ ഇവർ എന്നൊക്കെ പറയണം. അത് കേട്ടതും അനാമിക ആകെ സങ്കടപ്പെട്ട് കിടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണെങ്കിൽ ഭയങ്കര വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും. നയനാസ് കളക്ഷനെ കുറിച്ചും മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ചൊക്കെയാണ് വാർത്തയിൽ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആളാണ് ഇതോടെ പരസ്യം വരുന്നത്. അത് കേട്ടതും നമ്മുടെ ദേവയാനി, ഇനിയിപ്പോൾ നമുക്ക് പരസ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അച്ഛാ, പരസ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ. അത് ശരിയാ, പരസ്യങ്ങൾ വന്നതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നയന കളക്ഷൻസിനാ ഡിമാൻഡ് കൂടുതൽ. അത് പിന്നെ ഇല്ലാതിരിക്കോ? എൻ്റെ മരുമോൾ ചെയ്യുന്ന വർക്കിനെ നല്ല ഡിമാൻഡാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ മരുമോളെ പോലെ ഇവിടെ പണം സമ്പാദിക്കാൻ വേറെ ആർക്കും ഒരു കഴിവുമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഏട്ടത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. അതെൻ്റെ ചീത്ത മനസ്സിൽ തോന്നിയ ചില കുടില ബുദ്ധികൾ കാരണമാണ് ഇപ്പം എൻ്റെ മരുമോളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറയണം. അത് കേട്ടതും എന്തൊക്കെയായാലും അവൾ ആദർശിനെ സഹിക്കുക. ആദർശ് ചെയ്ത തെറ്റൊന്നും ചേട്ടത്തി മറന്നിട്ടില്ലല്ലോ. ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ആദർശിൻ്റെ തെറ്റ് മൂടി മറയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ജലജ, അതെ അത് ശരിയാ, എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എത്രയൊക്കെ വളർന്നാലും ആദർശ് ചെയ്ത് തെറ്ററിഞ്ഞാലേ നാട്ടുകാർ ചെളി വാരി അറിയും. വേണ്ട, മതി, നിർത്ത്. ഇനി ഇവിടെ ഒരു ചർച്ച വേണ്ട, ഇതെനിക്ക് പിടിക്കാത്ത കാര്യമാണ്. മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നോളണം എല്ലാവരും. നയനാസ് കളക്ഷൻ ഇത്ര ഉയരങ്ങളിലെത്തിയത് നയനമോള് കാരണമാണ്. നയനമോളെയും അനാമികയും തമ്മിൽ താരതമ്യം ചെയ്യണ്ട ജാനകി, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എഴുന്നേറ്റ് പോവുക. അപ്പോൾ ദേവേനെ, കേട്ടല്ലോ, അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടല്ലോ, ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മരുമോളെ എന്നെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കേ അറിയൂ, നിങ്ങൾക്കും അറിയാം. എന്നിട്ടും അവളെ കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല. അല്ലെങ്കിലും ഏട്ടത്തി സഹിക്കില്ലെന്നറിയാം. വല്ലാത്തൊരു കഷ്ടം തന്നെ ഏട്ടത്തി. എന്നാലും ഏട്ടത്തിയുടെ ഒരു കാര്യം, ഏട്ടത്തി പറഞ്ഞോ അവളെ വാനോളം പുകഴ്ത്തിക്കോ, എന്നാൽ ഞങ്ങൾക്ക് പറ്റില്ല. അതെങ്ങനെയാ ജലജെ? എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, കാരണം ഒരു കരളിൻ്റെ കടം ബാക്കി കിടക്കുമല്ലേ എന്നും നമ്മുടെ ജാനകി. അത് കേട്ടതും, അതേടി കരളിൻ്റെ കടം ബാക്കി തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് കരൾ തന്ന് നിൻ്റെ മരുമോൾക്ക് സഹായിക്കായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. എന്നിട്ടും ഞാൻ വെറുത്തൊതുക്കിയിട്ടും എനിക്ക് കരൾ തന്നത് എൻ്റെ നയനമോളാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, മനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും അവിടെ ഒന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോവുക. ഈ സമയം പറയട്ടെ ജാനകി, പറയേണ്ടവരൊക്കെ പറയട്ടെ, പക്ഷെ എത്രയൊക്കെ കടിച്ചു തൂങ്ങി കിടക്കേണ്ടി വരും അവൾക്ക്. കാരണം ഇവിടെ വന്നതിന് ശേഷമാണല്ലോ അവൾ വലിയ ഡിസൈനർ ആയത്. അതുകൊണ്ട് അവൾ ഇവിടം വിട്ട് പോകില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവൾ ആദർശിനോടൊപ്പം നിന്നോളും.
എന്ത് ചെയ്യാനാ, വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോവുക. ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത്. അനി നേരെ പോലീസ് സ്റ്റേഷനിലെത്തുക. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് എന്നു. എന്നിട്ട് നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലേക്ക് ഓണക്കോടി വെച്ച് കൊടുക്കുക. എന്താ ഇത്? അതെ, ഇപ്രാവശ്യത്തെ ഓണം ഞാൻ നിനക്ക് ഡ്രസ്സ്, നീ ജീൻസ് ഷർട്ടൊക്കെ അല്ലേ ഇടുന്നത്, ഒരു പെണ്ണായിട്ട് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊരു സാരിയാണ് മേടിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ നിന്നെ ഓർത്ത് നിന്നെ ഉടുപ്പിച്ച് മേടിച്ച സാരി, ഇത് നീ ഉടുത്ത് വേണം ഓണം കൂടെ. അത് കേട്ടതും നമ്മുടെ നന്ദുവിന് ആദ്യം സന്തോഷമാവുക. എന്നിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ നിൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്ക്, എനിക്ക് എന്തിനാ കൊണ്ടു തരുന്നത്? എനിക്കൊരു ഭാര്യ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനിത് നിനക്ക് തരുന്നു, ഇത് മര്യാദക്ക് മേടിച്ചോ. അത് കേട്ടതും ആഹാ, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അതെ, ഭീഷണിപ്പെടുത്തുക. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, തിരുവോണ ദിവസം ഈ കോടി ഉടുത്ത് വേണം നീ പൂക്കളം ഇടാൻ, സദ്യ ഉണ്ണാൻ, ഇല്ലെങ്കിൽ എനിക്കത് വലിയ വിഷമാവും, മനസ്സിലായല്ലോ? അങ്ങനെ വിഷമാവണമെങ്കിൽ അത് നിൻ്റെ ഭാര്യയുടെ അടുത്ത് കാണിച്ചാൽ മതി, എൻ്റെ അടുത്ത് കാണിക്കണ്ട. എടാ നിന്നോടല്ലേ പറഞ്ഞത് ഈ ഡ്രസ്സ് ഇടണമെന്ന്? എന്നെ കണ്ടപ്പോൾ അകത്തുള്ളവരൊക്കെ എന്നോട് എന്തിനാ വന്നതെന്ന് ചോദിച്ചൊന്നുമില്ല, കയറ്റിങ്ങോട് വിട്ടു. ആണോ? അത് ശരിയല്ലല്ലോ. എന്ന് കരുതി അവരെ ചെന്ന് ഫയർ ചെയ്യണ്ട. ദേ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് തരാനാ, ഇത് മേടിച്ചേ പറ്റൂ. അത് കേട്ടതും ഞാൻ മേടിക്കില്ല, ഇതെടുത്തോണ്ടോ. ഇതെൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു തന്നു വിടാനാണ് മോളുടെ ഉദ്ദേശമെങ്കിലേ ഞാനിത് എടുത്തോണ്ട് പോവാം. പക്ഷേ നിനക്കിത് എൻ്റെ കയ്യിൽ നിന്ന് വീട്ടിൽ വന്ന് മേടിക്കേണ്ടി വരും. എന്താ, അത് വേണോ? എന്താടാ, നീ ഭീഷണിപ്പെടുത്തുവാണോ? അതെ ഭീഷണിയാ. വാശിയാണോ? അതെ വാശിയാ എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോവുക. അനി പോയി കഴിഞ്ഞതും ആ ഓണക്കോടി എടുത്ത് നന്ദു നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സന്തോഷത്തോടെ നന്ദു അതിങ്ങനെ നോക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനയും നമ്മുടെ ആദർശും കൂടെ വരികയാണ്. ആഹാ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? ചന്തുമോളെ, ഓണക്കോടിയൊക്കെ എടുത്തോ? എടുത്തു മുത്തശ്ശി. മോൾ ഓണം കൂടാൻ വന്നാണോ? അത് കേട്ടതും ഓണം മോൾ അച്ഛൻ്റെ വീട്ടിൽ കൂടിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇത് അച്ഛനും അമ്മയ്ക്കുള്ള ഓണക്കോടിയാ എന്നൊക്കെ പറഞ്ഞ് ഓണക്കോടി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നന്ദു വരിക. നന്ദുവിൻ്റെ കയ്യിലുണ്ടല്ലോ കവറ്, അത് ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി, അതുകൊണ്ട് ഞാനൊരു ഡ്രസ്സ്, ഞാൻ ഓണക്കോടി അങ്ങ് എടുത്തു. ഓ, അപ്പം നീ ഓണക്കോടി എടുത്തോ? ഞങ്ങളും എല്ലാവർക്കും ഉള്ള ഓണക്കോടിയും കൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ അതിന് വിലയില്ലല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ ഞാൻ ഉടുക്കും, ചേച്ചി ഓണക്കോടി ഇങ്ങ് തന്നാൽ മതി എന്നും നമ്മുടെ നന്ദു. പിന്നെ ഞങ്ങളെടുത്തത് സാരിയാ, നിന്നോട് നീ ജീൻസ് ഷർട്ടൊക്കെ അല്ലേ ഇടുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞതാ മോളെ ജീൻസ് ഷർട്ടൊക്കെ എടുത്താൽ മതിയെന്ന്. പക്ഷെ ഇവർ കേൾക്കണ്ടേ? ഞാനും സാരി തന്നെ ആദർശമായിട്ട് എടുത്തത്. അത് കൊള്ളാമല്ലോ, ഇപ്രാവശ്യം സാരി ഉടുക്കാനാണോ മോഹം? സാരി ഉടുക്കാൻ തന്നെ വിചാരിച്ചു. എന്നാലേ ദേ ചന്തുമോള് ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തുമോൾ ഇങ്ങനെ നിൽക്കുക. എന്നാ ചിറ്റ ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു എല്ലാം എടുത്തു വയ്ക്കാനായിട്ട് അങ്ങ് അകത്തേക്ക് പോവുക. ഈ സമയം മക്കളിരിക്കെ, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം, ഞാനും വരാമേ എന്നും പറഞ്ഞുകൊണ്ട് നയനയും അടുക്കളയിലേക്ക് പോവുക. ഈ സമയം ഗോവിന്ദ്, എന്നാലും ഇവിടെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് മോനെ. തിരുവോണ ദിവസമാണ്, നല്ലൊരു ദിവസമായിട്ടും അനന്തപുരിയിലുള്ളവർ മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമല്ലോ. ആ കുറ്റപ്പെടുത്തൽ എനിക്കൊരു സങ്കടമായിട്ട് വരില്ല അച്ഛാ, കാരണം എന്നെ സ്നേഹിക്കുന്നവർക്ക് സത്യം അറിയാമല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരിക്കലും തളരില്ല അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല, ദുഷ്ടരെ എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ നിൽക്കാതെ കേട്ടതും സന്തോഷത്തോടെ ചിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. ഈ സമയം പിന്നീട് അനന്തപുരിയിലെ കാണിക്കുന്നത്. അച്ഛാ ദേ ഇവിടെ ഇപ്പം ഞങ്ങൾ പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല, ആരും കേൾക്കാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ആദർശ് എന്ത് പറഞ്ഞാലും കേൾക്കും, ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കത്തുമില്ല. അതെ, കേൾക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ കേൾക്കും, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. നീയും ഇപ്പം ഇവളോട് കൂടി ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ പഠിക്കുന്നുണ്ട് ജാനകി. ആദ്യമൊക്കെ ദേവയാനിയുടെ ഉപദേശം കേട്ട് നടക്കുമ്പോൾ നീ നല്ലവളായിരുന്നു, നീ നയനമോളെ കണ്ണുടച്ച് സ്നേഹിക്കുന്നവളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവളോടൊപ്പം കൂടി നീ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിന്റെ കരണത്തിൽ ഞാൻ അടിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ പെണ്ണുങ്ങളെ തല്ലിയുള്ള ശീലം ഇല്ല, അതുകൊണ്ടാണ്. ഇവളെ എന്നെ അടിച്ച് ഇവിടുന്ന് പുറത്താക്കേണ്ടതാ, പക്ഷെ അത് ഞാൻ ചെയ്യാത്തത്. ഞങ്ങളൊരു തെറ്റ് ചെയ്തു, അനാഥയായി നിന്ന് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ആ തെറ്റ് ഞങ്ങൾക്കിന്ന് ഇവിടം വരെ എത്തി നിൽക്കുക. അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ദേ മര്യാദയ്ക്കല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണെന്നറിയാലോ. നയന മോളെയും അനാമിക മോളെയും താരതമ്യപ്പെടുത്തി സംസാരിക്കുകയും വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്നും മുത്തശ്ശൻ പറയുക. ഇത് കേട്ടതും ജാനകിയും ജലജയും വായു അടച്ച് നിൽക്കുക മുത്തശ്ശൻ്റെ നല്ല മറുപടി കേട്ട്. ആ സമയത്ത് വെളിയിലൊരു കാറിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കുകയാണ്.
അതിൽ നിന്നും നമ്മുടെ ആദർശും നയനയും ചന്തുമോളും ഇറങ്ങി രണ്ടുപേരും നടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജാനകിയും ജലജയാണെങ്കിൽ അത് കണ്ട് ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കുക. ഇവൾക്കൊക്കെ 100 ആയുസാ, പറഞ്ഞ് നാവെടുത്ത് വായിലേക്ക് കിട്ടില്ല, അപ്പം തന്നെ വരുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.